സർവാത്മന പിന്തുണയ്ക്കുകയാണ്. വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ പിന്നോട്ടടിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഈ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ സംബന്ധിച്ച് UDF പ്രതിപക്ഷം ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായൊരവസ്ഥ. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ടി സിദ്ദിഖ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് വാചാലനായി സംസാരിക്കുന്നത് ഞങ്ങൾക്കൊരു തർക്കമില്ല. KPCC പ്രസിഡന്റിനെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി, രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇപ്പോൾ എന്താ കേരളത്തിൽ നടക്കുന്നത്? വരാൻ പോകുന്ന 2026 പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം, അതേക്കുറിച്ചാണല്ലോ തർക്കം. അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അത് കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നവകേരളം എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലീഗിന് പ്രതിപക്ഷ നേതാവിൻ്റെ ചാൻസ് ഉണ്ട്. കാരണം ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഷംസുവിന് പ്രതീക്ഷ അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി. കാരണം അടുത്ത തവണ ഇനി ലീഗാണോ കോൺഗ്രസ് ആണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ്. അതിനപ്പുറത്തേക്ക് ഒരു ചാൻസ് കേരളത്തിലുണ്ടോ? ഷംസു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ അപ്പുറത്തിരുന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് വരുമെന്നുള്ളതല്ലേ, അതാണ് ശ്രീ KT ജലീൽ ഇവിടെ പറഞ്ഞത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വയനാട് അങ്ങ് സംസാരിച്ചപ്പോൾ പറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതൊന്നും പറഞ്ഞില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനിവിടെ പ്രധാനമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. സർ, രാഷ്ട്രീയമായി, സംഘടനാപരമായി, ധാർമ്മികമായി അവരെവിടെയാണ് ഇന്ന് ചെന്ന് നിൽക്കുന്നത്? ആർക്കെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണോ? ഇത്ര ദയനീയമായ ഒരവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചെങ്ങന്നൂരിൽ സരസ് മേള നടന്നു. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വലിയൊരു വാർത്തയുണ്ട്. സാർ, എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്താണ് നടനവിസ്മയമായിട്ടുള്ള ശ്രീ മോഹൻലാൽ പറഞ്ഞത്? ഇന്നലെ ചെങ്ങന്നൂരിലെ സരസ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് കേരളം ലോകത്തിന് മാതൃകയാണെന്നാണ്. ഇന്ന് ആ പ്രസംഗം വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, എന്തിനേറെ നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയ സംവിധാനങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നടനവിസ്മയമായ ശ്രീ മോഹൻലാൽ അവിടെ പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞു, മാലിന്യമുക്ത കേരളം ലോകത്തിന് എവിടെയെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നതാണോ ഒരു നാടിനെ സംബന്ധിച്ച്? ഇതാ മാലിന്യമുക്ത കേരളത്തിലേക്ക്, ആ മഹാസ്വപ്നത്തിലേക്ക്, അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് കേരളം നടക്കുന്നു. അദ്ദേഹം അതുമാത്രമല്ല, അവിടെ ഹരിതകർമ്മസേന അംഗമായിട്ടുള്ള പൊന്നമ്മ ചേച്ചിയെ അദ്ദേഹം ആശ്ലേഷിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഇത് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു, കേരളത്തിലെ പിണറായി സർക്കാരിനുള്ള, ഇടതുപക്ഷ സർക്കാരിനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ബിഗ് സല്യൂട്ടാണ് നടനവിസ്മയമായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുള്ളത്. സാർ, നിങ്ങൾ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചാണല്ലോ എന്തും സംസാരിക്കാറുള്ളത്. രാവിലത്തെ പ്രമേയം ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതല്ലേ. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഓഫീസിൽ, നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ ഓഫീസിലെ തൂപ്പുകാരിയായിരുന്ന ഹതഭാഗ്യയായ ഒരു സഹോദരിയുടെ അല്ലേ ദയനീയമായ അന്ത്യം. ചാക്കിൽ കെട്ടിയല്ലേ ആ സഹോദരിയുടെ മൃതശരീരം കുഴിച്ചു മൂടിയത്. എന്നിട്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് വാചാലമായി ഇവിടെ വന്ന് സംസാരിക്കുകയാണ്. സാർ, ഇവിടെ പറഞ്ഞു, ഒരു ജീവിതകാലം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന്റെ ആത്മഹത്യാക്കുറിപ്പ്, ആ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയല്ല. നിങ്ങളുടെ MLA എവിടെ? അദ്ദേഹം ഇന്നലെ കണ്ടു, പിന്നെ കണ്ടിട്ടില്ല. വന്നായിരുന്നോ? അപാര തൊലിക്കെട്ടിയ ആ തൊലിക്ക് ഞാൻ പ്രത്യേക അവാർഡ് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലൊരു തൊലിയകരം ഉണ്ടാകും. ബുദ്ധിമാന്ദ്യമുള്ളൊരു കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്ന ഒരു പിതാവ് മരിച്ച് ഹൃദയസ്പർശിയായ ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ച് അത് ഈ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അതിന്റെ കാരണഭൂതനായിട്ടുള്ളയാള് തലയുയർത്തിപ്പിടിച്ച് വരുന്നതിനെ കുറിച്ച് ആവേശത്തോടെ സംസാരിക്കുന്ന സിദ്ദിഖെ, നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടോ? ഈ കേരളം നടുങ്ങിയതല്ലേ?